ഞാനൊരു 20 ചക്കക്കുരു ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് കഴുകി നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി ഇതുപോലെ ഒരു വിളപ്പ് മാങ്ങയും ഒരു മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞിട്ട് വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ അരിഞ്ഞെടുത്ത മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവിലോട്ടിട്ട് നികക്ക വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. കാര്യം ചക്കക്കുരു നല്ലപോലെ വെന്ത് വരണം. ചക്കക്കുരു മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ നല്ലപോലെ വെന്ത് വരണം. അതിനാവശ്യമായ ഉപ്പിട്ട് അടുപ്പിലിട്ട് വയ്ക്കാം. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു നുള്ള ജീരകമൊക്കെ, ചെറിയ ജീരകമാണ് ഇടുന്നത്. ഇനി ഇത് അരച്ചുകൊണ്ട് വരാം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അരപ്പൂടെ ഒന്ന് വെന്ത് വറ്റിയതിന് ശേഷം ഉപ്പൊന്നുകൂടെ നോക്കാം. ഇനി തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് നമ്മൾ കടുക് താളിച്ചൊഴിക്കുകയാണ്. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് വെച്ച നല്ല സൂപ്പർ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറെണ്ണം കോരി ഉപയോഗിക്കാം. തീ ഓഫാക്കിയിടാം.